ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരുന്ന അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരാഴ്ച മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കധികം സമയവും കാര്യങ്ങളും ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് സമയം അധികം ലഭിക്കില്ല എന്നറിയുമ്പോഴത്തേക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റാണ്, എല്ലാ ഐറ്റവും വലിച്ചു വാരി ചെയ്ത് ഇഞ്ചുറി ഉണ്ടാക്കി ഒരൈറ്റവും പാസ്സാകാത്ത അവസ്ഥയിലോട്ടെത്തും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മത്സര പരീക്ഷയല്ല, ജസ്റ്റ് ഒരു ക്വാളിഫയിങ് ആണ്. അതായത് 8 ഐറ്റത്തിൽ ഏതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ മാത്രം മതിയാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 ഐറ്റത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 5 ഐറ്റം അത് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ 8 എണ്ണം ട്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആരെടുത്തും മത്സര പരീക്ഷയോ മറ്റോ അല്ല കാഴ്ചവെക്കേണ്ടത്, നമുക്ക് എങ്ങനെയെങ്കിലും ആ 5 ഐറ്റം പാസ്സാകുക എന്നുള്ളതാണ്. അപ്പം ഏറ്റവും എളുപ്പത്തിലും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും പാസ്സാവുന്ന 5 ഐറ്റം സെലക്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 5 ഐറ്റം പാസ്സാകുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ യാതൊരുവിധ സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്തവർക്ക് കുറച്ച് പ്രയാസമേറിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യം ഡയറ്റ് ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ റെസ്റ്റ്. നമ്മൾ വലിച്ചു വാരി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ഇഞ്ചുറി ഉണ്ടാവും, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതി പോലും ഐറ്റങ്ങൾ പാസ്സാകാൻ പറ്റാത്ത അവസ്ഥയിലോട്ടെത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് ഡയറ്റും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പാസ്സാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോ ഐറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് പാസ്സാവേണ്ടതെന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അതിനുവേണ്ട ടിപ്സോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുവേണ്ട ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പാസ്സാവാൻ ശ്രമിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.